എഴുതിക്കോളൂ. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ it is a phenomenon of bending of light on passing through different layers of Earth's atmosphere. അതായത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്നത് ഞാൻ പറഞ്ഞു. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്നത് എന്താണെന്നറിയുമോ? ലൈറ്റിന്റെ എർത്തിന് പല ലെയറുകളുണ്ട്. എർത്തിന്റെ പല ലെയറിൽ നമുക്കറിയാലോ, ഈ ലെയറിന്റെ ഒക്കെ മുകളിൽ നിന്നാണ് സണ്ണിന്റെ വെട്ടം, മൂണിന്റെ വെട്ടം, സ്റ്റാറിന്റെ വെട്ടം ഒക്കെ ഭൂമിയിലേക്ക് റീച്ച് ചെയ്യുന്നത്. അപ്പൊ ഈ വെട്ടം വരുന്ന സമയത്ത് ഈ ലെയറുകളിൽ തട്ടിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? റിഫ്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ റിഫ്രാക്ഷന്റെ ഫലമായിട്ട് നമുക്ക് കുറെ ഫിനോമിനോൺസ് അറ്റ്മോസ്ഫിയറിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അപ്പം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷന്റെ എഫക്റ്റ് ആണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആദ്യത്തെ എഫക്റ്റ്, അതായത് എഫക്റ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എഴുതിക്കോ. ഞാൻ പടം വരച്ച് കാണിച്ചു തരാം. ഈ ഹെഡിങ് എഴുതിക്കോ, എഫക്റ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. വെരി ഇമ്പോർട്ടന്റ്. ഈ ചാപ്റ്ററിനകത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എഫക്റ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അതിൽ ഒന്നാണ് പറയുന്നത് അഡ്വാൻസ്ഡ് സൺറൈസ് ആൻഡ് ഡിലേയ്ഡ് സൺസെറ്റ്. ഇതാണ് ഒന്നാമത്തെ. സർ ഞാൻ കണ്ടില്ല മറ്റേ മണ്ടൊക്കെ എഴുതിയത്. നെറ്റ് ഇഷ്യൂ മഴ കാരണം. അഡ്വാൻസ്ഡ് സൺറൈസ് ആൻഡ് ഡിലേയ്ഡ് സൺസെറ്റ്. ഇതാണ് ആദ്യത്തെ ഇതിന്റെ ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. Sir, it is a phenomenon of bending of light on passing through different layers of Earth's atmosphere. Okay, sir. ഈ അഡ്വാൻസ്ഡ് സൺസെറ്റ് ആൻഡ് ഡിലേയ്ഡ് സൺറൈസിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് അറിയാമോ? അതുകൂടെ എഴുതണം താഴോട്ട്. അതായത് the sun appears about 2 minutes earlier than actual sunrise. Full stop. The sun remains visible for about 2 minutes after actual sunset. When the sun is below the horizon. എന്താണ് ഞാൻ കൺസെപ്റ്റ് എല്ലാം പറഞ്ഞു തരാം. ഈ നോട്ട്സ് അങ്ങ് എഴുതിയെടുത്തോ. When sun is below the horizon, the rays have to pass from rarer to denser medium. So rays bend towards normal
normal. As a result, the sun appears higher than its actual position. അടുത്ത ലൈനിൽ എഴുതുക similarly the case of sunset. എന്താന്ന് പറഞ്ഞു തരാം, ഈ നോട്ട്സ് എഴുതിയെടുത്തു. ഓക്കെ, എഴുതിയല്ലോ. ഞാൻ ഇതിന്റെ കൺസെപ്റ്റ് പറയുവാണ്, നോക്കിക്കോളൂ. അതായത് ഇത് എർത്ത് ആണ്, ശ്രദ്ധിച്ചോണം, ഇത് എർത്ത് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ വേണമെങ്കിൽ വരച്ചിട്ടോണം, ഇത് എർത്ത് ആണ്. പരീക്ഷയ്ക്ക് വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ല. കൺസെപ്റ്റ് എർത്തിന് പറഞ്ഞോളൂ. സാർ ഒന്നുകൂടെ കാണിക്കാം, ഒരു മിനിറ്റ്. ഞാനിത് കാണിക്കാം, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് ശ്രദ്ധിച്ചോ, ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഞാനത് കാണിക്കാം. ഓക്കെ സാർ. അതായത് ആ എഴുതിയ കാര്യം പറയുവാണ്, ഈ എഴുതിയ കാര്യം പറയുവാണ്. ഓക്കെ, അതായത് ഇതാണ് എർത്ത്. ഓക്കെ, എർത്തിന് ഒത്തിരി ലെയേഴ്സ് ഉണ്ട്. അതായത് നമുക്കറിയാലോ, നമ്മൾ അയണോസ്ഫിയർ, ഹോമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് കുറെ ലെയറുകളെ പറ്റി നിങ്ങൾ ജോഗ്രഫിക്കകത്തൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാൻ അതിനകത്ത് ഒരു 2 ലെയർ വരയ്ക്കുകയാണ്. ഇത് എർത്തിന്റെ മണ്ടയ്ക്കുള്ള ഒരു ലെയർ. അങ്ങനെ ലെയർ ഇങ്ങനെ വരയൊന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരച്ചതാണ്. ആ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം വരുമ്പോഴാണ് അവിടെ ലേയേഴ്സ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ഓക്കെ, ഇതാണ് 2 ലെയർ എന്ന് വിചാരിക്കുക. എർത്തിന്റെ പകുതിയെ വരച്ചിട്ടുള്ളൂ. ഓക്കെ, എർത്തിന്റെ ഹൊറൈസോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എർത്തിന്റെ ഹൊറൈസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വരയാണ്. നിങ്ങൾ ബീച്ചിലൊക്കെ പോയി നിൽക്കുമ്പോൾ സൂര്യൻ കടലിൽ താഴ്ന്നു പോകുന്ന പോലെ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതെന്താണെന്നറിയാം, കടലിൽ താഴുന്നതല്ല, ഈ ഹൊറൈസോണിന് താഴോട്ട് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഹൊറൈസോണിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ സൂര്യനെ കാണാനും പറ്റത്തില്ല. മനസ്സിലായോ? അതായത് ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? ഈ സൂര്യൻ ഉദിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ സൂര്യനെ കാണാൻ പറ്റും. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാലും സൂര്യനെ കാണാൻ പറ്റും. അതായത് എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കൊണ്ട് ഈ ഹൊറൈസോണിന് താഴെ ഇരിക്കുന്ന ആളിനെ മുകളിലായിട്ട് കാണാൻ പറ്റും. അപ്പിയേഴ്സ് ടു ബി റേസ്ഡ് ആയിട്ട് കാണാൻ പറ്റും. അത് ഞാൻ പടം വരച്ച് കാണിക്കാം. ഇവിടെ നോക്കിക്കോ, ഇവിടെ സൂര്യൻ ഇരിക്കുകയെന്ന് വിചാരിച്ചു. ഇവിടെയാണ് സൂര്യൻ ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ സൂര്യൻ ഇരിക്കുകയാണ്. ഇതാണ് നമ്മൾ നേരത്തെ വരച്ച ഹൊറൈസോൺ. ഞാൻ ഇച്ചിരി നീട്ടി വരയ്ക്കുക. ഇതാണ് ഹൊറൈസോൺ എന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്കറിയാം സൂര്യന്റെ ഒരു ലൈറ്ററെ ഞാൻ ഇങ്ങനെ വന്ന് വീഴുന്നതായിട്ട് കാണാം. ഇവിടെ സൂര്യന്റെ ഒരു ലൈറ്ററെ ഇവിടെ വന്ന് വീഴും. അപ്പൊ നമുക്കറിയാലോ, ഇവിടെ നോർമൽ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ നോർമൽ ആണല്ലോ. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓരോ ലെയറിനും ഡെൻസിറ്റി വ്യത്യാസമുണ്ട്. അതായത് മോളിലുള്ള ലെയറിനെക്കാട്ടിലും ഡെൻസർ ആയിരിക്കും താഴെയുള്ളത്. എർത്തിന് അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഡെൻസിറ്റി കൂടി വരും. അതായത് ഇതിന്റെ മുകളിലുള്ള ഒരു ലെയറും ഈ ലെയർ നോക്കുവാണെങ്കിൽ ഇത് റെയറർ മീഡിയവും ഇത് ഡെൻസർ മീഡിയവും ആയിരിക്കും. അപ്പൊ റെയർ ടു ഡെൻസർ എന്താ? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ അല്ലേ? അങ്ങനെ എന്ത് ചെയ്യുന്നു? കണ്ടോ, നോർമലിന് അടുത്തോട്ട് ബെൻഡ് ചെയ്യും. അങ്ങനെ തന്നെ ഇവിടെ വന്ന് വീഴും. അവിടെ വരുമ്പോൾ വീണ്ടും എന്താ, ഇപ്പം ഈ താഴത്തെ മീഡിയത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത് റെയർ മീഡിയമാണ്, ഇത് ഡെൻസർ മീഡിയമാണ്. ഓക്കെ, അപ്പൊ വീണ്ടും എന്താ, അവിടെ ഒരു നോർമൽ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. എന്താ, ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. അങ്ങനെ ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിട്ട് കണ്ടോ, ഒരു ഒബ്സർവർ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ജുവാൻ നിൽക്കുകയാണ്. ജുവാന്റെ കണ്ണിലേക്ക് വരുന്നു. പക്ഷെ ജുവാൻ ഇവിടെ നിൽക്കുന്ന സൂര്യനെ ഇവിടെ അല്ല കാണുന്നത്. പകരം ആ ലാസ്റ്റ് റിഫ്രാക്ട് ചെയ്ത് വന്ന ലൈറ്റ് ഇല്ലേ, അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ വരുന്നത് അവിടെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ജുവാന് എന്ത് കാണുന്നത്, ആ എന്താണ് ഈ നമ്മുടെ ഇതിനെ, അതായത് സൂര്യനെ കാണുന്നത്. അതായത് ഇവിടെ ഒന്ന് രണ്ടിങ്ങനെ, ഇവിടെ ഒന്ന്
ഇവിടെ ഒന്ന് ഇവിടെ ആയിട്ടായിരിക്കും ഇപ്പം ജുവാൻ എന്ത് ചെയ്യുന്നത്, സൂര്യനെ കാണുന്നത്. കണ്ടോ, ഇപ്പൊ ഇവിടെ സൂര്യൻ ഇരിക്കുന്നത്. പക്ഷെ ആക്ച്വലി സൂര്യൻ ഇരിക്കുന്നത് എവിടാ, താഴെ ആയിരിക്കുന്നത്. ഇപ്പൊ സൂര്യൻ എവിടെ ആയിട്ടാ കാണുന്നത്, ഇവിടെ ആയിട്ടാ കാണുന്നത്. അതുകൊണ്ടാണ് 2 മിനിറ്റ് മുമ്പേ ഉദിച്ചതായിട്ട് ജുവാന് കാണാൻ പറ്റിയത്. ഓക്കെ, അതായത് ആക്ച്വലി സൺ റൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഹൊറൈസോണിന് മുകളിൽ വരിക എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വൽ സൺറൈസ് നടക്കുന്നതിന് മുമ്പ് തന്നെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കൊണ്ട് ഈ സൂര്യനെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ജുവാന് കാണാൻ പറ്റുന്നു. സോ ഇറ്റ്സ് ദ സെയിം കേസ് ഓഫ് സൺസെറ്റ്. നോക്കിയോ, സൺസെറ്റിന്റെ കേസിൽ ആക്ച്വലി സൂര്യൻ ഇതിന് താഴെ പോയി, അപ്പൊ ആക്ച്വൽ സൺസെറ്റ് നടന്നു ഇല്ലേ, ഹൊറൈസോണ് താഴെ പോകുമ്പോഴാണ് ആക്ച്വൽ സൺസെറ്റ് നടക്കുന്നത്. എന്നാൽ അവിടെ നിൽക്കുമ്പോഴും ഇവിടെ നിൽക്കുമ്പോഴും എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഒരു ലൈറ്റ് റേ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. ഇതിപ്പോ ഞാൻ വരച്ചിട്ട് ഇവിടെ ആണല്ലോ, ഇവിടെ കൺസിഡർ ചെയ്യാം. അതായത് ഇവിടെ സൺ നിൽക്കുക, അപ്പൊ എന്താ, ഇവിടെ ഒന്ന് ആദ്യം ഒരു ലൈറ്റ് റേ വന്നിട്ട് തന്നെ ഇവിടെ വന്ന് വീഴും. ഓക്കെ, അപ്പം നമുക്കറിയാം ഇനി എന്ത് ചെയ്യണം, അവിടെ ഒരു നോർമൽ വരച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. ഇതാണ് നോർമൽ, അത് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. ബെൻഡ് ടുവേർഡ്സ് നോർമൽ എന്ന് പറയുമ്പോൾ കണ്ടോ, ബെൻഡ് ടുവേർഡ്സ് ആയിട്ട് തന്നെ ഇവിടെ വന്നു. അതെന്തുകൊണ്ടാണ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ? മുകളിലുള്ള മീഡിയം എപ്പോഴും റെയർ ആയിരിക്കും, താഴെയുള്ള മീഡിയം എർത്തിന് അടുത്തോട്ട് വരുമ്പോൾ മീഡിയം ഡെൻസർ ആവും. അടുത്ത 2 ലെയർ നോക്കുമ്പോൾ ഇത് റെയർ, ഇത് ഡെൻസർ ആണ്. ഓക്കെ, അപ്പൊ ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. അപ്പൊ വീണ്ടും എന്താ, വീണ്ടും അവിടെ എന്താ ബെൻഡിങ് നടക്കുന്നു. ഞാൻ ആ ബെൻഡ് ഒന്ന് ഇച്ചിരി മുകളിലോട്ട് വെച്ചോട്ടെ. ഇതിങ്ങനെ വരുന്നു, ഇവിടെ വന്ന് വീഴുന്നതായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വന്ന് വീഴുന്നതായിട്ട് സങ്കല്പിക്കുക. അവിടെ നമ്മളൊരു നോർമൽ വരച്ചു, ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. ഇവിടെ വന്ന് വീഴുന്നു, വീണ്ടും എന്താ, വീണ്ടും ഇവിടെ നോർമൽ ഇങ്ങനെ വരയ്ക്കുന്നു, ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. കണ്ടോ, നോർമൽ ആയിട്ട് കണ്ടോ ഇവിടെ വന്ന് വീഴുന്നു. ആക്ച്വലി ഇതിപ്പോ എവിടെ ആയിട്ട് കാണാൻ പറ്റി, കണ്ടോ, ഇത് കണ്ടോ, സൂര്യൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റി. അത് ലാസ്റ്റ് ലൈനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ എന്താ, സൂര്യന്റെ പൊസിഷൻ കൃത്യം കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ലൈറ്റ് റേ ഇപ്പൊ ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അത് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, മറ്റേ ആ നോർമല് വരയ്ക്കത്തില്ലേ, അതപ്പം എന്തെങ്കിലും അല്ലാതെ വരയ്ക്കണം? അല്ല, നോർമല് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിന് ആ സർഫസിന് നോർമൽ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഒരു നോർമൽ ഇതെങ്ങനെ വരയ്ക്കണ്ടേ, ഇവിടെ ഒരു നോർമൽ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കണ്ടേ, ഇവിടെ ഒരു നോർമൽ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കേണ്ടത്, ഇവിടെ ഒരു നോർമൽ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കേണ്ടത്. എങ്ങനെയാണോ സർഫസ് ഇരിക്കുന്നത് ആ സർഫസിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വേണം അവിടെ നോർമൽ കൺസിഡർ ചെയ്യാൻ. അപ്പൊ ആർച്ചിന്ന് 90 അതെടുക്കണം. ഞാൻ നിങ്ങളെ നേരത്തെ എന്താ പഠിപ്പിച്ചത്, ഒരു സർഫസ് ഇത്, ആ ലൈറ്റ് റേ ഇവിടെ വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് വേണം നോർമൽ വരയ്ക്കാൻ. എങ്ങനെ നോർമൽ വരയ്ക്കേണ്ടത്, ആ സർഫസ് എങ്ങനെയാണ്, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പൊ ഇവിടെ ആർച്ചാണ് സർഫസ്, അല്ലാതെ വേറൊന്നും വരയ്ക്കാനാണോ ആ പോയിന്റ് വരുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. ഐഡിയ കിട്ടിയോ, എല്ലാവർക്കും കിട്ടിയോ? അതുകൊണ്ട് കണ്ടോ, ഇവിടെ 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 ആക്ച്വലി ഇവിടെ ഇരിക്കുമ്പോഴേ നമുക്ക് സൂര്യനെ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ 2 മിനിറ്റ് മുമ്പേ സൂര്യൻ ഉദിച്ചായിട്ട് അറിയാൻ പറ്റും. അതേപോലെ അസ്തമിച്ച് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോഴേ നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. അതായത് അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസ്തമിച്ച് കഴിഞ്ഞു 2 മിനിറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, സൂര്യനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കൊണ്ടാണ് ഈ തോന്നൽ ഉണ്ടാകുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു തോന്നല, ആക്ച്വൽ അല്ല.